സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മുടെ ഓഫ് റോഡ് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഗൈസ് ഇത്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും അത് പോയിട്ട് കണ്ടിട്ട് വരിക. അതിനകത്താണ് ഗൈസ് നമ്മളെങ്ങനെയാണ് ഇവിടെ വരെ എത്തിയതെന്നുള്ള വീഡിയോ ഒക്കെ ഉള്ളത്. ഇനി നമ്മൾ ഇവിടുന്ന് ഈ വീണ്ടും അടുത്തൊരു കിള്ള സ്ഥലത്തോട്ടാണ് പോകുന്നത്. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഈ അവിടെ ഒരു സ്ഥലം കണ്ടില്ലായിരുന്നോ, ആ ഒരു വെള്ളത്തിൻ്റെയൊക്കെ അപ്പുറത്ത് അങ്ങോട്ടേക്കാണ് പോകുന്നത്. നേരെ റോട്ടിൽ ഇറങ്ങിയിട്ട് ഈ നമുക്ക് അതിലേക്ക് കൂടെ പോകുകയാണെങ്കിൽ സിമ്പിളായിട്ട് അവിടെ എത്താം. പക്ഷേ നമ്മൾ ഓഫ് റോഡിന് വന്നതുകൊണ്ട് ഈ കുറച്ച് ഓഫ് റോഡ് വഴി കൂടെ ആയിരിക്കും നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പം എന്തായാലും നമുക്ക് ആദ്യം ഇവിടെ നിന്ന് ഇറക്കാം. എന്നാൽ നമുക്ക് നേരെ ഫ്രണ്ടിൽ ഒരു മല കാണുന്നുണ്ട്, അതിലേക്കൂടെ കയറിയിട്ട് അപ്പുറത്തോട്ട് എത്തിയാലോ? എതിലെയാടാ നീ ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങുക, നമുക്ക് നോക്കാം അതിലെ പോകാൻ പറ്റുമെങ്കിൽ പോവാം. അതിലെ പോകല് ഭയങ്കര ടാസ്ക് ആയിരിക്കും തോന്നുന്നു. പിന്നെ നമ്മളെന്തെങ്കിലും ഓഫ് റോഡിന് വന്നതാണല്ലോ, കിട്ടില്ല ഓഫ് റോഡ് ആയിരിക്കും അത്. അതല്ലേ ഞാൻ കാണിച്ചു തരാം എൻ്റെ കൂടെ വന്നു. നമ്മൾ ഇതുവരെയും കേസ് എവിടെ കുടുങ്ങിപ്പോയിട്ടൊന്നുമില്ല. സാധാരണ നമ്മൾ ഓഫ് റോഡൊക്കെ കയറി പോയിട്ട് ഈ വണ്ടി എവിടെയെങ്കിലും കുടുങ്ങിയിരിക്കേണ്ടതാണ്. ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇനി നമ്മൾ പോകുമ്പോഴും കേസ് അങ്ങനെ വരാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയിരിക്കും കേസ്. പിന്നെ നമ്മൾ ആരും തൊട്ട് വരേണ്ടി വരും. അമ്മേൻ്റെ ഈ പോക്ക് കണ്ടിട്ട് നമ്മൾ ഓഫ് റോഡ് എത്തുന്നതിനേക്കാളും മുമ്പ് ഇവിടെ തന്നെ കുടുങ്ങിയിരിക്കും തോന്നുന്നു. അവിടെ ഞാനത് ഇന്റീരിയറിൽ ഇരുന്നിട്ട് കുറച്ച് പ്രൊഫഷണലായിട്ട് ഇറക്കാൻ നോക്കുന്നതാണ്. എനിക്ക് ഇപ്പം ശരിയാക്കി തരാം. ഒരു ടയർ നേരെ കുഴിയിലോട്ട് പോയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് എങ്ങനെയാണ് കയറ്റിക്കൊണ്ട് പോകണേ, വല്ല കാര്യമുണ്ടോ? എടാ ഇവിടെ കുറച്ച് അത്യാവശ്യം നല്ല രീതിക്ക് വളയ്ക്കണമായിരുന്നല്ലേ. ഞാൻ ആ ഒരു ഫ്ലോയിൽ തന്നെ ചെറുതായിട്ട് വളച്ചോണ്ടാണ് വന്നത്. ഇതിപ്പോൾ എങ്ങനെ എടുത്തോണ്ട് പോയി കുടുങ്ങിയോ? അല്ല, നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ നോക്കാം. റിവേഴ്സ് എന്തായാലും പോകുന്നില്ല, ഫ്രണ്ടിലോട്ട് എടുത്ത് നോക്കാം. നീ പണ്ണൻ ഇവിടെ നിന്ന് വളച്ചിറങ്ങി വരുമ്പോൾ തന്നെ 1 മണിക്കൂർ അങ്ങനെ പോകും. ഇല്ലടാ, ഇപ്പോൾ ഇറങ്ങും. ഇറങ്ങിയതാവുന്നു അല്ലേ? അല്ല പിന്നെ അവിടെ പിടിച്ചല്ലോ. ഇല്ലേ, ഞാൻ ഒന്നും കൂടെ ഫ്രണ്ട് എടുത്തിട്ട് റിവേഴ്സ് വരാം. അതുകൊണ്ട് നേരെ ഇറങ്ങിപ്പോകും തോന്നുന്നു. എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു കേസ് എനിക്ക്. സെറ്റായിട്ടില്ല. എന്നാൽ കുറച്ച് ഗ്യാപ്പ് തന്നെ, ഞാൻ അതിനകത്തൂടെ ഇറങ്ങിപ്പോട്ടെ. അണ്ണനും ഇറങ്ങിയോ? ഇനി ഞാൻ പറഞ്ഞ സ്ഥലത്തോട്ട് പോവാം, നേരെ വാ. കേസ് ഇവനാണെങ്കിൽ ഇതിനിടയ്ക്കൂടെ അങ്ങനെ കേട്ടോ കയറിപ്പോയത്. ഇതിനിടയ്ക്ക് നിങ്ങൾ കണ്ടോ ഒരു വലിയൊരു മല, ഇതിലേക്കൂടെ അങ്ങനെ കയറിപ്പോയിട്ടാണ് അവൻ അപ്പുറത്തോട്ട് പോകാൻ നോക്കുന്നത്. നമുക്ക് ജസ്റ്റ് പോയി നോക്കാം. അവൻ നേരത്തെ കയറിപ്പോയി കേസ്. ഞാൻ ഒന്ന് അപ്പുറത്തോട്ട് പോയായിരുന്നു. ഈ സ്പീഡിൽ അങ്ങ് പോവുകയാണെങ്കിൽ കേസ് നമ്മുടെ ഡിഫൻഡർ കയറിപ്പോകും. പക്ഷെ നിർത്തിയിട്ട് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ നമ്മളവിടെ കുടുങ്ങിയിരിക്കുള്ളൂ. ഇനി ഇവിടുത്തെ വഴിയൊന്നും ഇല്ല കേസ്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കിയിട്ട് നടന്നിട്ട് നോക്കാം എവിടെ വല്ല വഴി ഉണ്ടോ എന്ന്. എന്നിട്ട് നമുക്ക് വണ്ടി എടുത്തോണ്ട് പോകാം. എന്താടാ, ഞാൻ ഇത്രയും നല്ല കിടലായിട്ട് ഇറങ്ങി വന്നതാണ്. പക്ഷെ ഇവിടെ ഒരു വെള്ളമുണ്ട്. മിക്കവാറും ഞാൻ അതീ പോകുന്നു തോന്നുന്നു. അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ റോട്ടിൽ നിന്ന് പിന്നെ വരണ്ടേ? നോക്കിയൊക്കെ എടുത്തോണ്ട് പോകണം. ചാടിക്കേറിയുള്ള വഴി കൂടെ ഒക്കെ പോയി ഇങ്ങനെ ഇരിക്കും. ഇതെന്താ പറ്റി? എന്തോ ചെറിയ ബക്കാന്ന് തോന്നുന്നു. നമ്മൾ നേരെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നോക്കട്ടെ. എടാ ഇവിടെ നിന്ന് വലിയൊരു പാറയാണ് ഇത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടിക്കുവാണെങ്കിൽ ഇതേണ്ട അതിലേ കയറിപ്പോയാൽ നമ്മുടെ ആ ഒരു ലൊക്കേഷനിൽ എത്തും സുഖമായിട്ട്. ഇവൻ ആ വെള്ളത്തിൽ വേണം നട്ടോ തോന്നുന്നു. അവനെ കാണുന്നൊന്നുമില്ല അവിടെ. ഞാൻ വിചാരിച്ച ഫസ്റ്റ് അവനവിടെ പോയി നിൽക്കുമെന്ന്. പക്ഷേ അവനേക്കാളും മുമ്പ് നമുക്ക് പോയി നിൽക്കണം. പിന്നെ ഈ വീഡിയോയിലൊക്കെ ഉള്ള ലൈക്ക് അടിച്ചില്ല ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. പ്രത്യേകിച്ച് ലൈക്ക് ടാർഗറ്റ് ഒന്നുമില്ല. പിന്നെ ഇതുപോലത്തെ ഒരു സാധനം താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. ഇത് കുറച്ച് ഭയങ്കര ടാസ്ക്കാണല്ലോ ഇത് ചെയ്യണം. എന്തായാലും അങ്ങ് പോവാല്ലേ. നമ്മുടെ അടുത്ത് ഡിഫൻഡർ ഉണ്ടല്ലോ. അതുപോലെ ഡിഫൻഡർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ പോയത്. അവിടെ നിന്ന് ബ്രേക്ക് കിട്ടില്ല. നേരെ വെള്ളത്തിലൊന്നും വീഴാൻ നോക്കണേ. അല്ല, നേരെ പോയി വെള്ളത്തിൽ വീഴാൻ നീ അല്ലല്ലോ ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേ. ഇവൻ നമ്മളെ തളർത്തു കേട്ടോ. ഞാൻ ആദ്യം അവിടെ പോയി നിൽക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ഇത് കുറച്ച് ടാസ്ക്കാണ്. നമുക്ക് എടുത്തെന്നാലും ഇറക്കാം. എന്താണ് ഒരു സൗണ്ട് കേട്ടെ? അത് ഓഫ് റോഡൊക്കെ ഇറങ്ങുമ്പോൾ അങ്ങനത്തെ ചില സൗണ്ടൊക്കെ കേൾക്കും. എന്താ കാര്യമായിട്ടത് പറ്റിയിട്ടുണ്ട്. നീ ഇപ്പം അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. നീ ആദ്യം അവിടെ നിന്ന് വണ്ടി എടുത്ത് വരാൻ നോക്ക്. ഞാൻ അവിടെ ലൊക്കേഷനിൽ എത്താനായി. ഇത്ര പെട്ടെന്ന് ലൊക്കേഷനിൽ എത്താനായോ? അതിലെ കൂടെ പോകാൻ അത്ര സിമ്പിളാണോ? അവിടെ ഭയങ്കര സിമ്പിളാണ്. നീ വണ്ടി എടുത്തോണ്ട് വന്നു നോക്ക്. പക്ഷെ എൻ്റെ വണ്ടിക്ക് പവർ ഇല്ലാത്തതുകൊണ്ട് കയറി പോകുന്ന നോക്കിയത്. എനിക്ക് പിന്നെ പവറിൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല. അങ്ങ് സ്പീഡിൽ അങ്ങ് പൊക്കോളും ചക്കൻ. നമ്മളെങ്ങനെ അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അവിടെ പോയി നിന്നിട്ട് ഇവൻ്റെ ഇതിൽ വരുന്നതെന്ന് ഞാൻ ഡ്രോൺ വെച്ച് കാണിച്ചു തരാം. അതൊരുമാതിരി ഒരു ജമ്പായി പോയല്ലേ അത്. ആ ജമ്പ് നൈസായിരുന്നു. ഇനി വലിയ ടാസ്ക് ഒന്നും ഇല്ല കേസ്. ഇവിടെ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങിയാൽ മതി. നമ്മുടെ ഈ ഡിഫൻഡർ ഉണ്ടോ കേസ്, എന്നാ കാണിച്ചാലും ഇത് മറയൂല. ഇത് അങ്ങനെ തന്നെ അങ്ങ് പൊക്കോളും. അതുകൊണ്ടാണ് ഞാൻ ഈ ഓഫ് റോഡ് ഇറങ്ങുക കേസ്. ഇതും കൊണ്ട് തന്നെ വരുന്നത്. നല്ല സെറ്റാണ് കേസ് ഓഫ് റോഡിന് ഡിഫൻഡർ. അപ്പോൾ നിങ്ങൾ ഓഫ് റോഡിന് ഏത് വണ്ടിയും കൊണ്ടാണ് പോകുന്നത് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ ഇതാണ്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ആദ്യം അവനാണ് കേസ് അവിടെ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എത്താനായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പവർ കൂടിയ എഞ്ചിനൊക്കെ വെച്ചിട്ടുള്ളൂ. ബ്രേക്ക് പിടിപ്പിക്കാൻ മറന്നുപോയി. നീ മറക്കാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അങ്ങനെ നമ്മുടെ ലൊക്കേഷനിൽ ഇതാണ്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവൻ ഇനി എപ്പോൾ കയറി വരാമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഡിഫൻഡറിന് എന്തെങ്കിലും സീനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ഒരു ക്ലാസ് പോയിട്ടുണ്ട്. വേറൊരു സീനും ഇല്ല കേസ്. ബാക്കി ഫുള്ള് സെറ്റാണ്. ഇനി ഞാൻ എന്തായാലും ഇവൻ അവിടെ നിന്ന് വരുന്നേന്ന് നോക്കട്ടെ. ആ പാറയിലെങ്ങാനും ഉണ്ടോ അവൻ? എവിടെ കാണുന്നൊന്നുമില്ല. ഇനി ആ റോട്ടിലെങ്ങാനും ആണോ? അവിടെ നിന്നാട്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കിയത്. ഇപ്പോൾ നമ്മൾ വേണ്ട ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുകയാണ്. അവനിപ്പോൾ അപ്പുറത്തുണ്ടെങ്കിൽ കേസ് രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിന്നേനെ. എന്തായാലും അവൻ ഇതിലെയോ കയറി വരുന്നുണ്ട് കേസ്. ഇവിടെ ഒന്നും കാണുന്നൊന്നുമില്ല. ഇവൻ എവിടെയാണ്? കണ്ട് കേസ്. ഞാൻ കണ്ട് അവൻ ആ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഞാൻ നിങ്ങളെ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ചെറുതായിട്ട് അങ്ങനെ പോകുന്ന കാണാം. ഇപ്പോൾ കാണാതെ പോയിട്ടുണ്ട് കേസ്. അവൻ ആ പാറയുടെ ഇടയ്ക്ക് കൂടെ അങ്ങ് കയറിപ്പോയെന്ന് തോന്നുന്നു. പിന്നെ അവൻ അതിനെ കൂടെ കയറി കേസ് ഇവിടെ എത്തണം. നമുക്ക് ജസ്റ്റ് ഡ്രോൺ വെച്ച് നോക്കിയാലോ? നോക്കട്ടെ, ഞാൻ ഡ്രോൺ എടുക്കട്ടെ കേസ്. ഇപ്പോൾ ഡ്രോണിലെ വ്യൂ ആണ് കേസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം. എൻ്റെ ഡ്രോൺ അവിടെ വരെ പോകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവിടെ വരെ ഇപ്പോൾ പോകുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തോട്ട് അതിൻ്റെ ഇപ്പുറത്തോട്ട് പോകില്ല കേസ്. ഇവൻ ഇവിടെ നിന്ന് നോക്കിയിട്ട് കാണുന്നില്ല. ഇവൻ പിന്നെ വെള്ളത്തിൽ വീണോ? ഈ ഡ്രോൺ അപ്പുറത്തോട്ട് പോകുമായിരുന്നു ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു. പക്ഷേ എൻ്റെ മാക്സിമം റേഞ്ച് കേസ് ഇത്രേ വരുള്ളൂ. ഇവൻ ഇവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും നിങ്ങളെ കാണുവാണെങ്കിൽ ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് അങ്ങനെ കാണിച്ചു തരാം. നോക്കാം. ഇവിടെ ഒന്നും ഇല്ല കേട്ടോ.
ഇവൻ എവിടെയാണ്? അണ്ണാ ഞാൻ ആ പാറകൾക്കിടയിലൂടെ ഇങ്ങനെ സ്ലോ മോഷനിൽ പോകുന്നുണ്ട്. എന്നിട്ട് ഞാൻ കാണുന്നില്ലോടാ നീ പോന്നേ. നിന്നെ അവിടെ നിന്നപ്പോൾ ഞാനൊന്ന് കണ്ട്, പിന്നെ കണ്ടിട്ടില്ല. ഗീസ് എന്തായാലും ഇവിടുത്തെ സ്ഥലമെല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് മറ്റേ സ്ഥലം ഗീസ്. അവിടെ നിന്ന് നമുക്ക് മീനൊക്കെ പിടിക്കാം. ആ ഒരു സ്ഥലമാണിത്. പിന്നെ നടുക്കെന്തോ ഒരു സാധനമുണ്ട് കേട്ടോ വെള്ളത്തിൽ, എന്താണെന്നറിയില്ല. പിന്നെ വേണ്ട, ഇതാണ് നമ്മുടെ ആ ഒരു വ്യൂ. നല്ല രസമുണ്ടല്ലോ ഈ ഡ്രോണിൽ ഈ സ്ഥലം കാണാൻ. അണ്ണാ പൊളി സ്ഥലം കേട്ടോ. എന്നാ വൈബ് എവിടെ നിൽക്കാൻ. ആ ഡിഫൻഡറും ബേക്കാ വലിയ മലയും പിന്നെ ഈവനിങ്ങും ഒരു രക്ഷയില്ല മൊത്തത്തില്. ആ ബേക്കിലൊരു വലിയ മല കാണുന്നുണ്ടല്ലോ, അങ്ങോട്ട് കയറിയല്ലോ എന്നാ. അങ്ങോട്ട് കയറണമെങ്കിൽ കയറണോ? അങ്ങോട്ട് നമുക്ക് പോവാം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്ര വലിയൊരു ഇത് കിട്ടുന്നില്ല. എനിക്ക് ആ ഫസ്റ്റ് കയറി നമ്മൾ ഓഫർ ഉണ്ടല്ലോ, ആ ഒരു വൈബ് ഒന്നും ഇവിടെ കിട്ടുന്നില്ല. ഇതിപ്പോൾ നമ്മളൊരു താഴ്ചയല്ലേ നിൽക്കുന്നത്. എനിക്ക് വലിയ ടോപ്പിലൊക്കെ കയറി താഴോട്ട് നോക്കി ഇങ്ങനെ നിൽക്കണം. നമുക്ക് ആ മലയിൽ കയറാം. എന്നാൽ നീ വണ്ടി എടുക്കുക, നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് നല്ല താഴ്ച ഉണ്ടെന്നുള്ളത് തോന്നുന്നു. എനിക്ക് ഈ ഒരു സൈഡിൽ നിന്നപ്പോൾ തന്നെ ഞാൻ മുങ്ങാറായിട്ടുണ്ട്. അണ്ണാ ഈ വെള്ളത്തിലൊക്കെ മുങ്ങിപ്പോ എനിക്ക് രസിക്കാതെ പറ്റൂലേ. വണ്ടിക്ക് കയറിക്കോ, നമുക്ക് അവിടെ പോവാൻ നോക്കാം. എന്നാൽ പിന്നെ നമുക്ക് ആ മലയും കൂടെ കയറാം ഗെയ്സ്. അപ്പോൾ ആ ഒരു വലിയൊരു മലയാണല്ലോ മേളിൽ കാണുന്നത്, അതാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇത് നേരെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ആ ക്യാമ്പ് ഫയർ ഒക്കെ ഉള്ള ആ ഒരു സ്ഥലത്തെത്തും. അതിൻ്റെ പൊക്കത്തൊരു മലയുണ്ട് ഗെയ്സ്, അങ്ങോട്ടേക്കാണ് നമ്മൾ കയറുന്നത്. എന്താവുന്നൊന്നും അറിയില്ല, ജസ്റ്റ് നമുക്ക് പോയി നോക്കാം. എന്തായാലും നമ്മളിന്ന് എന്തായാലും അതിൻ്റെ ടോപ്പിൽ കയറുവാണ്. നമ്മളിന്ന് അതിൻ്റെ ടോപ്പിൽ കയറാതെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നില്ല. ഗെയ്സ് കൂടെ വന്നവനാണെങ്കിൽ ഒരു പ്രാന്തനാട്ടോ, എല്ലാ ഓഫ് റോഡ് കയറണം എന്നുള്ള മൈൻഡിൽ നിൽക്കുവാണ്. എന്തായാലും നമുക്ക് ജസ്റ്റ് പോയി നോക്കാം ഗെയ്സ്. കയറി പോകുന്ന തന്നെ തോന്നുന്നു. എൻ്റെ വണ്ടി കയറി പോകുന്ന എനിക്കറിയില്ല, അവൻ്റെ എന്തായാലും കയറി പൊക്കോളും. എൻ്റെ ഈ എഞ്ചിൻ ഇതായതുകൊണ്ട് കുറച്ച് സീനാണ്. ഇതെന്തിനാണ് റിവേഴ്സ് പോകണം? ഇവിടെ നിന്ന് തിരിച്ചിട്ട് നേരെ കയറി പോയാൽ പോലെ. അതേപോലെ ഞാൻ റിവേഴ്സ് വരാം. എടാ നീ റിവേഴ്സ് ഒന്നും വരണ്ട, ഞാൻ ആ ഒരു ഫ്ലോയിനാണ് കയറി പോകുന്നത്. നോക്കി ആ ഒരു 2 കണ്ണുണ്ടല്ലോ ഡിഫൻഡറെ. എൻ്റെ മോനെ, അത് നമുക്ക് റെഡ് കളർ ആക്കിയിട്ട് വരായിരുന്നല്ലേ. ഞാൻ പിന്നെ ഒരു ബ്ലൂ ആക്കിയിട്ടാണ് വന്നേക്കണേ. പിന്നെ നമ്മുടെ ഫസ്റ്റ് കേസ് ഈ ഡിഫൻഡർ വന്ന ടൈമിൽ അതില്ലായിരുന്നു, അപ്പോൾ എനിക്കത് കൊണ്ടുവരണം ഭയങ്കര ഇതായിരുന്നു. എന്തായാലും ഇപ്പം അതുണ്ട്, ആ DRL വെക്കണേ. ചിലപ്പോൾ ആ ഡിഫൻഡർ ഇറക്കിയ ടൈമിൽ അവർ വിട്ടുപോയതായിരിക്കും ഹെഡ്ലൈറ്റിൻ്റെ കളർ പറ്റുന്നതൊക്കെ. എന്തായാലും ഇപ്പം കൊണ്ടുവന്നല്ലോ. ഇപ്പോൾ കൊണ്ടുവന്നായിരിക്കുമല്ലോടാ, മിക്കവാറും കുറച്ചായി കാണും. ഞാൻ ഇന്നെന്തായാലും വെറുതെ ഡിഫൻഡർ എടുത്ത് ഇറങ്ങാലോ എന്ന് ഓർത്തിട്ട് വെറുതെ നോക്കിയപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ കളർ മാറ്റുന്നത് കണ്ടേ. എന്തായാലും അത് കുറച്ചായെന്ന് തോന്നുന്നു വന്നിട്ട്. എൻ്റെ ഡിഫൻഡർ പിന്നെയും പണി കിട്ടി, സ്ലോ ആയിട്ടുണ്ട്. ഇനിയിപ്പം മെല്ലെ മെല്ലെ ഇത് കയറി പോവുള്ളൂ. എന്തായാലും ഇത് കയറിപ്പോയിട്ട് ഈ ആ ഒരു സ്ഥലമൊക്കെ നിങ്ങളെപ്പോഴും കാണുന്നതായിരിക്കും. നമ്മുടെ മെയിൻ സ്ഥലമുണ്ട് ഗീസ്, അങ്ങോട്ടേക്ക് പോകുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ എന്തായാലും നേരെ ടോപ്പിലെത്തിയിട്ടുണ്ട് ഗീസ്. ഇവനും കൂടെ വന്നു കഴിഞ്ഞിട്ട് വേണം ഗീസ് നമുക്ക് പ്ലാൻ ചെയ്യാൻ. നമ്മുടെ തൊട്ട് ബേക്കിൽ കാണുന്ന ആ ഒരു വലിയ മല കയറാനാണ് ഗീസ് നമ്മുടെ പ്ലാൻ. ഇത് നടക്കുമില്ലെന്നൊന്നും അറിയില്ല. ഇവനെന്തായാലും സുഖമായിട്ട് കയറി പോകുമെന്ന് എനിക്ക് എന്തായാലും ഉറപ്പാണ്. എൻ്റെ കാര്യമാണ് ഗീസ് എനിക്ക് സംശയം. പിന്നെ ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്ന സ്ഥലവും ഗീസ് നല്ല കിടിലൻ സ്ഥലം കേട്ടോ. ഇവിടുത്തെ നല്ല വ്യൂ ഉണ്ട്. പക്ഷേ ഇവിടെ ഞാനിങ്ങനെ എപ്പോഴും വരുന്നതുകൊണ്ടാണ് ഗീസ് ഇത് കൂടുതൽ കാണിക്കാൻ നിൽക്കാത്തത്. നമുക്കത് നമ്മുടെ മെയിൻ ടാർഗറ്റിലോട്ട് പോകാം ഗീസ്. അവൻ മേളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്കൂടെ കയറാൻ നോക്കിയിട്ട് എൻ്റെ ഡിഫൻഡർ പവർ ഇല്ലാത്തതുകൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ ലാസ്റ്റ് ഈ ഒരു സൈഡിൽ കൂടെ കയറിയാലോ എന്നുള്ള പ്ലാനിൽ ഇതേണ്ട ഇതിലേ വന്നിട്ടുണ്ട്. ഇതിലേ കൂടെ എന്തായാലും നമ്മൾ ടോപ്പിലെത്തുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇവിടെ അത്ര വലിയൊരു കുന്നു പോലെ ഒന്നുമില്ല, പക്ഷേ എന്നാലും കുന്നുണ്ടല്ലേ. ഒരു കാര്യം ചെയ്യാം, കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് നമുക്ക് നടന്നു പോയി നോക്കാം ഇതിലേ പോവാന്ന്. ഇതിലേ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് പോയി സൈഡിലോട്ട് ഇറക്കാൻ നിന്ന് കഴിഞ്ഞാൽ നേരെ ഇപ്പോൾ താഴ്ത്തു പോകും. വേണ്ട അവനവിടെ നിൽക്കുന്ന ഇത് കുറച്ച് റിസ്ക് ആണെന്ന് തോന്നുന്നു ഗൈസ്. പോയി ഗൈസ്. എന്തിനാണ് കാണിക്കണേ? നേരെ പിടിച്ച് അതിലെ കൂടെ വരാൻ നോക്ക്. ഇതിലെ കൂടെ എന്തായാലും സുഖമായിട്ട് കയറി വരും. എന്നിട്ട് നേരെ സൈഡിൽ കൂടെ സ്പീഡിൽ എടുക്കാൻ നോക്കണേ. ഈ പറഞ്ഞ പോലെയൊക്കെ വല്ലതും നടക്കൂടാ. എന്തായാലും ഞാൻ മാക്സിമം സ്പീഡിൽ വരാൻ നോക്കാം. അവിടെ ഇതും തെന്നി താഴോട്ട് പോകാനേ ചാൻസ് ഉള്ളൂ, അങ്ങോട്ട് കയറി വരുന്നത് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ നിന്ന് നേരെ താഴോട്ട് വീണ് കേട്ടോ. പക്ഷേ ഈ ഒരു വഴിയേ ഉള്ളൂ, നമുക്ക് ഇതിലേ കൂടെ കയറാൻ നോക്കാം. ഇവൻ ഇങ്ങനെയാണ് ഈസ് കയറി പോയത്, പക്ഷെ എൻ്റെ വണ്ടി അങ്ങനെ കയറി പോകുന്ന അറിയില്ല ഈസ്. അണ്ണാ ഈസി ഫുൾ ആക്സിലേറ്റർ കൊടുക്ക് അത്ര ഉള്ളൂ. ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് നേരെ കയറി പോയാൽ മതി. എടാ ഇതിലേക്കൂടെ കയറി പോണ്ടേ? നീ ഒന്ന് നടന്ന് കാണിച്ചാ. അണ്ണാ ഇതിലെ കൂടെ നേരെ കയറിപ്പോയാൽ മതി. സുഖമായിട്ട് കയറിപ്പോകും. കുറച്ച് സ്പീഡിൽ വരണേ. നല്ല വന്നു കഴിഞ്ഞ് നിന്ന് പോവും. പിന്നെ നേരെ അങ്ങ് പോകില്ല, അപ്പുറത്ത് കുഴിയിലോട്ടും പോകും. കിട്ടി. ഇനി ഞാൻ കാണിച്ചു തരാം ഗീസ്. അപ്പോൾ നമ്മളിതാ സുഖമായിട്ട് ഈ മലയുടെ മേളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്തായാലും താഴോട്ട് ഗീസ് കിട്ടില്ലം വ്യൂ ആയിരിക്കും. ഞാൻ എന്തായാലും ഇവൻ്റെ എടുത്ത് കൊണ്ടോട്ടൊന്ന് പാർക്ക് ചെയ്തിട്ടെ, എന്നിട്ട് തമ്പനയിലൊക്കെ എടുക്കണം ഗീസ്. ഇവിടെ നിന്ന് തമ്പനയിൽ എടുത്ത് നല്ല സെറ്റാന്ന് തോന്നുന്നു. ഇത് നല്ല വലിയൊരു പാറയാണ് ഗീസ്, അതിൻ്റെ പൊക്കത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഇങ്ങനെ അങ്ങനെ നിർത്തിയിടാം ഗൈസ്. നിങ്ങളെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കിട്ടില്ലം വ്യൂ ആണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വരാത്തവരുണ്ടെങ്കിൽ ഗീസ് എന്തായാലും കയറി വരുക. അമ്മാതിരി വ്യൂ ആണ് ഗീസ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു ഈവനിങ്ങിലൊക്കെ വരാൻ വേണ്ടി നോക്കുക കേട്ടോ. ഈവനിങ് വരുമ്പോൾ ആ ഒരു ആകാശമൊക്കെ കാണാൻ സെറ്റായിരിക്കും. പിന്നെ അവിടെ ഒരു വലിയ പാറയാണെന്നുണ്ട്, അങ്ങോട്ട് കയറണം എന്ന് പറയുന്നുണ്ട് ഗീസ്. അതൊക്കെ പിന്നെ കയറാം. ഇപ്പോൾ എന്തായാലും
നിങ്ങളെ ഒരു വ്യൂ കാണിച്ചു തരാം. ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഗൈസ് ഇവിടെ കുറച്ച് പാറയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ ആ ഒരു മൗണ്ടൻ ഫുള്ള് കാണാൻ പറ്റും. എന്നാൽ ഞാൻ നേരെ ആ പാറ കയറാൻ പോകട്ടോ. പണ്ട് എന്തായാലും വ്യൂ കാണിക്കുന്നുണ്ട് കാണിച്ചു, അല്ലേ പിന്നെ ഞാൻ കയറി പോകുന്ന വീഡിയോ എടുത്തോ. ഞാൻ നോക്കട്ടെ കയറി പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. കുറച്ച് ടാസ്ക് ആണല്ലോ അണ്ണാ ഇത്. ആവേശത്തിന് ഇറങ്ങുകയും ചെയ്തു. ഇറങ്ങിയ സ്ഥിതിക്ക് ഞാൻ എന്തായാലും ആ പാറയുടെ ടോപ്പിൽ കയറിയിട്ടേ ഇറങ്ങുന്നുള്ളൂ. പിന്നെ ഞാൻ ടോപ്പിലെത്തി കഴിഞ്ഞാൽ അണ്ണനും എന്തായാലും അങ്ങോട്ട് വരണം കേട്ടോ. ഈ ഒരു സൈഡിൽ പോയി കഴിഞ്ഞാൽ വലിയ കുഴിയാലേ, ഇതിലോട്ട് പോയിട്ട് കാര്യമില്ല. അതാ പോയി ഇവിടെ ബ്രേക്ക് പിടിച്ച് റിവേഴ്സ് കയറിട്ടോ, അല്ലെങ്കിൽ ആ കുഴിയിലോട്ട് പോകും. പോയി ഗൈസ് അവൻ. തീരുമാനമായി. ഇനി അവൻ എങ്ങനെ കയറി പോവാനാ? ഇതൊക്കെ എന്തെണ്ണ, ഇതാണ് പവർ കൂടി എഞ്ചിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത. ഇനി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ചെറിയ പാറയും കൂടെ അല്ലേ. ഇതാണോ ചെറിയ പാറ? ഈ ചെറിയ പാറ എന്ന് പറയുന്നത് ഈ സൈഡിൽ കാണുന്നത് ഇതാണ് കേട്ടോ. ഇതെങ്ങനെ കയറി പോവാൻ ഇവനൊരു പ്രാന്തനാട്ടോ. ഇവനെ തന്നെ ഓഫ് റോഡ് കൂട്ടി വന്നത് നന്നായി. എന്നെ വിളിച്ചുകൊണ്ട് ഇപ്പോൾ ഇത്ര ഓഫ് റോഡൊക്കെ കാണാൻ പറ്റിയല്ലേ. ഈ വെണ്ണം വല്ല ചെറിയ സ്ഥലത്ത് നിന്നിട്ട് വീട്ടിൽ പോകണ്ടോ അതിനെ. ഇത് സുഖമായിട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ അണ്ണൻ്റെ ഡിഫൻഡർ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനാടാ നീ അങ്ങനെ പറഞ്ഞേ? എന്നാൽ പിന്നെ എൻ്റെ ഡിഫൻഡർ കയറ്റിയിട്ട് തന്നെയാണല്ലോ കാര്യമുള്ളൂ. കേസ് അവനെ നമുക്ക് പവർ കാണിച്ചു കൊടുക്കാം കേട്ടോ, നമ്മുടെ സ്റ്റോക്ക് എഞ്ചിനുള്ള ഡിഫൻഡറിൻ്റെ. അവൻ കേസ് അവിടെ കയറി കഴിഞ്ഞപ്പോൾ അവൻ വലിയ ആരോ ആയോ പോലെ. ഇപ്പോൾ കാണിച്ചു തരാം. അണ്ണാ ഓവർ മാസാക്കാണ്ട് നിൽക്കണ്ട കേട്ടോ. ഇവിടെ വന്ന് കഴിയുമ്പോൾ എന്നോട് ചോദിക്കേണ്ടി വരും ഇതിലേ കയറി വരണേ. ഇല്ലടാ നീ പോകുന്ന ഞാൻ കണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ വരാൻ നോക്കാം. ഒരു ആവേശത്തിന് അങ്ങ് പറയുകയും ചെയ്ത് ഇനി നമ്മളിത് എടുത്തോണ്ട് പോയില്ലെങ്കിൽ പിന്നെ ഫുൾ ഓക്കായിരിക്കും തിരിച്ചു പോകുമ്പോൾ. ഇതെല്ലാം നോക്കട്ടെ, ഈ സൈഡിൽ കൂടെ അല്ലേ കയറട്ടെ. എന്നോടൊന്നും ചോദിക്കണ്ട കേട്ടോ, സ്വന്തമായിട്ടും കയറി വന്നോ. വലിയ മാസ്ക് ആക്കിയതല്ലേ, ഒരു കാര്യമില്ലായിരുന്നു കേസ്. ഈ ഒരു ചെറിയ കയറ്റമാണ് കേസ്. ഇത് നമ്മുടെ ഡിഫൻഡറിന് ഒരു വലിയ കാര്യമൊന്നും അല്ലായിരിക്കും. എടാ കയറി പോടാ. നീ ഇവനിങ്ങനെ പോകുന്നേ. സ്പീഡ് വരുന്നുണ്ട്. എന്തായാലും കേസ് നമ്മൾ ടോപ്പിലെത്തുമെന്ന് തോന്നുന്നു. ഇത് സിമ്പിളാടാ. ഇത് ഇത്ര ഉള്ളായിരുന്നു. ഇത് അവിടെ നിന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ സംഭവമാണ്. ഇതെന്താണ് കണ്ടതെല്ലാം അണ്ണ കയറി വരുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ എന്തിനാണ് വലിയ എഞ്ചിനൊക്കെ പൈസയും കൊടുത്ത് മുടക്കിയത്? സ്റ്റോക്കിൽ തന്നെ ഓടിച്ചാൽ മതിയായിരുന്നല്ലേ. എടാ എഞ്ചിനിലൊന്നും അല്ലടാ കാര്യം, നമ്മുടെ സ്കില്ലിലാണ് കാര്യം. കേസ് ഇവിടുത്തെ വ്യൂ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അവിടുത്തെ വ്യൂ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. ഉയ്യോ ഇത് വല്ലാത്ത വ്യൂ ആണല്ലോ. അവിടെ നോക്കിയൊക്കെ നിൽക്കണേ. ഇവിടെ താഴോട്ട് പോകണാൽ തീർന്ന്. ഞാൻ എന്തായാലും അധികം അങ്ങോട്ട് പോകുന്നില്ല കേസ്. ഇവിടെ നിന്ന് നല്ല രീതിക്ക് താഴ്ച ഉണ്ട് താഴോട്ട്. പക്ഷെ അവിടുത്തെ ആ വ്യൂ കിട്ടുന്നില്ല കേട്ടോ. ഇപ്പുറ സൈഡിലോട്ട് നിന്ന റോഡൊക്കെ കാണാം. പക്ഷെ നമ്മൾ ആ നിന്നോടത്ത് ഫുൾ ആ ഒരു മൗണ്ടൈൻ കാണായിരുന്നു. ഇവിടെ അങ്ങനെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ നല്ല ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിപ്പം പറഞ്ഞ കാര്യമാണ് ഈസ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു മലയൊക്കെ കാണുന്നുള്ളൂ, അല്ലാതെ വലിയ വ്യൂ ഒന്നുമില്ല കാണാൻ. പക്ഷെ ഹൈറ്റ് നോക്കുക ഈസ്. നമ്മളിപ്പോൾ മൗണ്ടൈനിൽ ഏറ്റവും ടോപ്പിലാക്കുന്നതെന്ന് തോന്നുന്നു. ഇതിനേക്കാളും ടോപ്പിലൊന്നും ഇല്ല കേസ് ഇവിടെ. എന്നാ വ്യൂ ആണ് നോക്കുക കേസ് ഇവിടെ. ഇവൻ ആ സൈഡിൽ നിൽക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഡ്രോൺ ഇങ്ങനെ ഉറപ്പിച്ച് നിങ്ങളെ കാണിച്ചു തരാം. അവിടെ നിന്ന് ആ ഒരു സൂര്യൻ അടിക്കുന്നതൊക്കെ നോക്കിയേ. 2 ഡിഫൻഡർ ആവും, ബ്ലാക്ക് കളറുടെ ഡിഫൻഡറായി സെറ്റായിട്ടുണ്ട്. ഇവിടെ നമ്മളെ മാസ്കിൻ്റെ അവിടെ കിടക്കേണ്ടതായിരുന്നു. അവനാണെങ്കിൽ എന്തോ പരിപാടി ഉണ്ടെന്നും പറഞ്ഞ് പോയിട്ട് കേസ് വന്നുമില്ല. പിന്നെ അവനോട് ഉണ്ടെങ്കിൽ കേസ് ഇവിടെ ഇപ്പോൾ 3 ഡിഫൻഡർ കിടന്നേനെ. ഈ ഒരു സൈഡിൽ നിന്നൊക്കെ നോക്കി കേസ്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാറയുടെ ആ ഒരു കയറ്റം നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഭയങ്കര കുത്തനെയാട്ടോ ഉള്ളത്. അവിടെയാണ് നമ്മൾ ഈ ഡിഫൻഡർ കയറ്റി ഇങ്ങനെ ഇട്ടേക്കണേ. ഒന്നും പറയല്ലേ കേസ്. നമ്മൾ ഇത്രയും കാലം വന്ന ഓഫ് റോഡിനേക്കാളും ഏറ്റവും ഓഫ് റോഡ് ഇതായിരുന്നു. ഇനി നമുക്ക് രാത്രി ആവുന്നതിനേക്കാളും മുമ്പ് കേസ് ഇവിടെ നിന്ന് തിരിച്ചിറങ്ങി പോകണം. രാത്രി ആയി കഴിഞ്ഞാൽ ഇറങ്ങിപ്പോലും ഭയങ്കര ടാസ്ക് ആയിരിക്കും. രാവിലെ തന്നെ ഭയങ്കര ടാസ്ക്കാണ്. ഇത് രാത്രി നമ്മളൊന്നും തിരിയാതെ എടുത്തോണ്ട് പോലെ അതിനേക്കാൾ വലിയ പണിയായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകണം കേസ്. കുറച്ച് നേരം കൂടെ ഇവിടെ നിന്നിട്ട്. എന്താണ് ഇവിടെ നിന്ന് താഴോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുന്നത്? എനിക്കാണ് ഒന്നും പറയല്ല കേട്ടോ. ഇത്ര ഞാൻ കുറേ ഡ്രൈവൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇതൊരു സീനായിരുന്നു. അത് തന്നെയാണ് ഞാനും നോക്കുന്നത്. എന്നാ പൊളിയായിരുന്നു ഇന്ന്. എന്തായാലും ഇന്നത്തെ പരിപാടി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കേസ്. ഇനി ഞാനും ഇവനോട് നേരെ ഇറങ്ങും. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് പോണത് ഈ നമ്മുടെ കാറ് സർവീസ് ചെയ്യാനായിരിക്കും. നല്ല പണി കിട്ടിയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല കേസ്. ഇത്ര നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റിയല്ലോ. ഈ പോയിട്ട് ഇത് സർവീസ് ചെയ്തെടുക്കണം, പിന്നെ വാഷാക്കണം, എന്നിട്ട് നേരെ വീട്ടിലോട്ട് പോകണം കേസ്. ഇപ്പോൾ സമയം നോക്കുവാണെങ്കിൽ 6 മണി ആയിട്ടുണ്ട് കേസ്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇട്ടിട്ടാവും. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് അതിൻ്റെ പാക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതൊന്നും കാണിക്കുന്നൊന്നുമില്ല. ഇപ്പോൾ തന്നെ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വിചാരിക്കുക കേസ്. അപ്പോൾ അടുത്തൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും ബൈ.